ദൈവികദാനങ്ങൾ തരിക, ദൈവികദാനങ്ങൾ തരിക. ജ്വലിപ്പിക്കുകെന്നിൽ നിന്നഗ്നി, ഉണരട്ടെ എന്നാത്മശക്തി, ഉണരട്ടെ എന്നാത്മശക്തി. റൂഹാ 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 വരിക. ആവസിക്കെന്നിൽ ദൈവാത്മാവേ, സംശുദ്ധമാകുവാനിൻ ചിന്തകൾ. ആവസിക്കെന്നിൽ ദൈവാത്മാവേ, സംശുദ്ധമാകുവാനിൻ ചിന്തകൾ. വസിക്ക നീ അന്തരംഗത്തിലെപ്പോഴും, സംപൂജ്യമാകുവാനിൻ വാക്കുകൾ. വസിക്ക നീ അന്തരംഗത്തിലെപ്പോഴും, സംപൂജ്യമാകുവാനെൻ വാക്കുകൾ. എന്നും സംപൂജ്യമാകുവാനെൻ ചെയ്തികൾ. റൂഹാ 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 വരിക. ആകർഷിക്കെന്നെ ദൈവജ്ഞാനമേ, സ്നേഹിക്കുവാൻ പുണ്യപ്പെട്ടതെല്ലാം. ആകർഷിക്കെന്നെ ദൈവജ്ഞാനമേ, സ്നേഹിക്കുവാൻ പുണ്യപ്പെട്ടതെല്ലാം. തരിക നീ എനിക്കെപ്പോഴും നിൻ ശേഷി, സംപൂജ്യമായവ സംരക്ഷിക്കാൻ. തരിക നീ എനിക്കെപ്പോഴും നിൻ ശേഷി, സംപൂജ്യമായവ സംരക്ഷിക്കാൻ. എന്നും സംപൂജ്യമായ എന്നെ സംരക്ഷിക്കാൻ. റൂഹാ 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 വരിക. ദൈവികദാനങ്ങൾ തരിക, ദൈവികദാനങ്ങൾ തരിക. ജ്വലിപ്പിക്കുകെന്നിൽ നിന്നഗ്നി, ഉണരട്ടെ എന്നാത്മശക്തി, ഉണരട്ടെ എന്നാത്മശക്തി. റൂഹാ 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 വരിക. റൂഹാ 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 വരിക.
അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സജ്ജമാക്കുന്ന അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതമാണ്. യേശു പറഞ്ഞു, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചന ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കും. യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന ഓരോരുത്തരുമിലും അതിശക്തമായി വ്യാപരിക്കും. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം കേട്ട ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ സിസ്റ്ററിൻ്റെ പേരാണ് സിസ്റ്റർ ജോണറ്റ് FCC, നിർമ്മൽ റാണി പ്രൊവിൻഷ്യൽ ഹൗസ്, മുരിക്കാശ്ശേരി PO, ഇടുക്കിയിലുള്ള മുരിക്കാശ്ശേരിയിലെ കോൺവെന്റിൽ നിന്നുള്ള സിസ്റ്ററാണ് ഈ സിസ്റ്റർ. ഈ സിസ്റ്ററിൻ്റെ അനുഭവം ഈ സിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എനിക്ക് തലവേദന തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മ പ്രകാരം ഏതാണ്ട് 46 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 14-ാമത്തെ വയസ്സിൽ തുടങ്ങിയ തലവേദനയാണ്. ഇപ്പോൾ 61 വയസ്സ് പൂർത്തിയായി. അല്പം വെയിൽ കൊണ്ടാൽ, അല്പം വിശന്നാൽ, അല്പം യാത്ര ചെയ്താൽ എനിക്ക് ശക്തമായ തലവേദനയും ഛർദിയും ഉണ്ടാകും. മഠത്തിൽ ചേർന്നപ്പോഴും സിസ്റ്റർ ആയപ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ തലവേദനയും ഛർദിയും കണ്ട് എൻ്റെ കൂടെ മഠത്തിലുണ്ടായിരുന്നവരും കൂട്ടത്തിലുള്ളവരും പേടിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ശക്തമായിരുന്നു തലവേദന. 10-15 പ്രാവശ്യം ഛർദിക്കും. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. ENT, ന്യൂറോളജി തുടങ്ങിയ ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സകളും നടത്തിയിട്ടുണ്ട്. എക്സ്റേ, സ്കാനിങ് തുടങ്ങിയ പല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. രക്തോട്ടം കുറവായതാണ് കാരണമെന്നും തലവേദന തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങാനുള്ള ഗുളിക കഴിക്കുക, ഇത് മാത്രമേ പ്രതിവിധിയുള്ളൂവെന്നും മെഡിക്കൽ സയൻസ് വിധി എഴുതി. 1-2 വർഷമായിട്ട് ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേ തലവേദന തുടങ്ങും. 2 മണി വരെ അത് നിൽക്കും. വീണ്ടും അത് കൂടുതൽ ശക്തമാകും. ഗുളികയുടെ സഹായത്താൽ 9 മണി വരെയൊക്കെ ആകുമ്പോൾ കുറയും. രാവിലെ കുർബാനയ്ക്ക് മിക്കവാറും പോകാൻ പറ്റുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2009 ഓഗസ്റ്റ് മാസത്തിൽ അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ദൈവവചനം കേൾക്കാൻ ഇടവന്നത്. അന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എൻ്റെ മേൽ പ്രവഹിച്ചു. അന്ന് തൊട്ട് ഇന്നു വരെ പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. പണ്ട് ആരെങ്കിലും എന്നോട് സിസ്റ്ററിൻ്റെ തലവേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരം പറയുമായിരുന്നു, കല്ലറയിൽ വെച്ച് 1/2 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ തലവേദന മാറിയേക്കും എന്ന്. എന്നാൽ ഇന്ന് എൻ്റെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ തലവേദന പരിപൂർണമായി എടുത്തു മാറ്റി ഞാൻ സൗഖ്യമുള്ളവളായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 46 വർഷമായി തലവേദന അനുഭവിച്ചതിൻ്റെ ആ ഭാരത്തിൽ നിന്ന് യേശു വിടുതൽ നൽകിയ ഒരു ദൈവ പൈതൽ അതിൻ്റെ സന്തോഷം ദൈവമക്കളുമായി പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തിയുടെ പേര് തോമസ് കുട്ടി, അമ്പലത്തട്ടിൽ, കൊടുമ്പിടി PO, എലിവാലി. ഇദ്ദേഹത്തിൻ്റെ അനുഭവം എങ്ങനെയാണ്? ഏതാണ്ട് 32 വർഷമായി ചുണങ്ങ് രോഗം ശരീരത്തെ ഗ്രസിച്ചിരിക്കുകയായിരുന്നു. എത്ര മെഡിസിൻ പുരട്ടിയിട്ടും അത് മാറുന്നില്ല. 1.5 വർഷത്തിലധികമായി അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരമായി കാണാൻ തുടങ്ങി. ഒരു ഞായറാഴ്ച അനേകം പേരെ ഈശോ ടെലിവിഷൻ ശുശ്രൂഷയുടെ സമയത്ത് സൗഖ്യപ്പെടുത്തുന്നത് കണ്ടപ്പോൾ വിശ്വാസത്തോടുകൂടെ ഞാനും പ്രാർത്ഥിച്ചു, യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ, എല്ലാവിധ ചികിത്സകളും ചെയ്ത് ഞാൻ തളർന്നിരിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ശരീരത്തിൽ നിന്ന് ചുണങ്ങിൻ്റെ രോഗം അപ്രത്യക്ഷമായി. പിന്നെ ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ല. ഈശോയുടെ നാമത്തിന് മഹത്വം നൽകുന്നു. ഹല്ലേലൂയ. 2009
ഏപ്രിൽ മാസത്തിൽ സംഭവിച്ചൊരു വലിയ അത്ഭുതമാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചന ശുശ്രൂഷ വെറുതെ അങ്ങോട്ട് കണ്ടു കളയരുത്. ഇത് ദൈവത്തിൻ്റെ ശക്തി അതിശക്തമായ വിധം പ്രവഹിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഗാനാരാധനയുണ്ട്. ആ സമയത്ത് കൈയടിച്ച് പാടണം, നന്നായിട്ട് മനസ്സ് തുറന്ന് സ്തുതിക്കണം. ഒരുപക്ഷെ വിശ്വാസം അല്പം കുറഞ്ഞൊരു സാഹചര്യമായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റാത്തൊരു സ്ഥിതിയായിരിക്കാം, ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സംശയത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ഇത് എങ്ങനെയുണ്ട് എന്നൊന്ന് വെറുതെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അന്തരീക്ഷമാകാം, ഒരുപക്ഷെ നീ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാകാം, ഒരുപക്ഷെ നീ ഇപ്പോൾ ഓഫീസിൽ ഇരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം. നീ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാകട്ടെ, ഇപ്പോൾ ഈ ടീമിനോട് ചേർന്ന്, സെഹിയോൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന്, ഇവിടെ എളിയ ദേവദാസന്മാരോട് ചേർന്ന് നീ ഈ പാട്ടുകൾ പാടുമ്പോഴും വചനം കേൾക്കുമ്പോഴും കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അല്പം വിശ്വാസത്തോടെ എളിമപ്പെട്ട് പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ടാൽ ഈ ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദൈവാനുഭവത്തിന്റെ മണിക്കൂറായി കർത്താവ് രൂപാന്തരപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതൊരു ഗാന ആരാധനയാണ്. ഈ സമയത്ത് കൈയടിക്കാൻ പറ്റുന്നവർ കൈയടിച്ച് പാടി കർത്താവിനെ ആരാധിക്കണം. കുടുംബം ഒന്നിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഈ പാട്ടിനോട് ചേർന്ന് കൈയടിച്ച് പാടി പരിശുദ്ധാത്മാവ് നിറയണം. കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ നാണക്കേട് വിചാരിക്കാതെ ഇരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന്, ബസ്സിലാകട്ടെ, മുറിയിലാകട്ടെ, കടകളിലാകട്ടെ, ഓഫീസിലാകട്ടെ, എവിടെയാകട്ടെ, നാണക്കേട് വിചാരിക്കാതെ കരങ്ങൾ ഉയർത്തി ശരിക്കും കർത്താവിനെ ആരാധിച്ചാൽ അവിടെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ വിധം വ്യാപരിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 10 വരെ തിരുലിഖിതങ്ങൾ. ദൈവം എസെക്കിയേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. ദൈവം ഈ അസ്ഥികളുടെ താഴ്വര കാണിച്ചു കൊടുത്തിട്ട് എസെക്കിയേൽ പ്രവാചകന്റെ മേൽ ദൈവിക നിർദ്ദേശങ്ങൾ കൊടുത്തു. എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 9-10 വാക്യങ്ങൾ കാണുകയാണ്. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക, ജീവശ്വാസത്തോട് പറയുക, ജീവശ്വാസമേ 4 ദിക്കുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക. കർത്താവ് അരുളി ചെയ്തതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു, അവർ ഒരു വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. ഈ നിമിഷം ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, 4 വായുക്കളിൽ നിന്ന് ഈ ദൈവമക്കളുടെ മേൽ ക്ഷീണിതരും തളർന്നവരും ഭാരപ്പെട്ടിരിക്കുന്നവരും പ്രാർത്ഥനയിൽ മന്ദതയും മരവിപ്പ് നിമിത്തം വളരെ വേദന അനുഭവിക്കുന്നവരുമായ ഈ ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവേ, 4 വായുക്കളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റിന് ശക്തിയോടെ ഇപ്പോൾ വീശണമേ. കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ. എല്ലാവരും കൈയടിച്ച് കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ഇത് ആത്മാവിന്റെ അഭിഷേകം പ്രവഹിക്കുന്ന സമയം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ തിരുലിഖിതങ്ങൾ. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. തങ്ങൾ ഓരോരുത്തരുടെ മേൽ അഗ്നിജ്വാലകൾ പോലെ നാവുകൾ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഓ അഗ്നി അഭിഷേകമേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നിറയണമേ. വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ.
നീട്ടണമേ. Holy Spirit. ഉണർവിൻ കൊടുക്കാറ്റേ നീ കരങ്ങൾ ഉയർത്തിയടിച്ച് വീശണമേ വീണ്ടും. ശക്തി വ്യാപരിക്കട്ടെ. കൊടുക്കാറ്റേ നീ വീശണമേ ക്ഷീണിതർ ശക്തി വീണ്ടും. പ്രാപിക്കട്ടെ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. ഉണർവിന്റെ തളരും അഭിഷേകം. മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വ്യാപരിക്കട്ടെ. വീണ്ടും എനിക്ക് നൽകണമേ. Glory, പുതിയൊരു glory. ബന്ധക്കുസ്താ. പ്രാർത്ഥിക്കുന്നു. വീണ്ടും എനിക്ക് നൽകണമേ. പുതിയൊരു ബന്ധക്കുസ്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എനിക്ക് നൽകണമേ. ശക്തി വ്യാപരിക്കട്ടെ. ബന്ധക്കുസ്താ. അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. കൈകൾ ഹല്ലേലൂയ. നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൻ ഹല്ലേലൂയ, കൈകൾ ഹല്ലേലൂയ. എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കണമേ. ക്ഷീണിതരായ ഓരോ മകന്റെയും മകളുടെ മേൽ നിറയണമേ. രോഗപീഠകളാൽ തളർന്നിരിക്കുന്നവർ, ക്യാൻസർ രോഗനിമിത്തം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവര്, മാറാ രോഗങ്ങള്, തീരാവ്യാധികള്, പകർച്ചവ്യാധികള്, സൗഖ്യമില്ലാത്ത രോഗങ്ങള്, ഇനി മരിക്കുകയുള്ളൂ എന്ന് മെഡിക്കൽ സന്ധി വിധി എഴുതിയവര്, എല്ലാ രോഗികളുടെ മേലും പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കുന്നു. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. അത്ഭുത വിടുതൽ. തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. Glory, glory. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുത വിടുതൽ. തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മുടന്തന്മാർ ചാടി എഴുന്നേൽക്കട്ടെ. കൈകൾ എന്നിൽ നീട്ടണമേ. Mighty power. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. നിറയണമേ പരിശുദ്ധാത്മാവേ. കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. നിറയണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. കരങ്ങളടിച്ച് തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ. അത്ഭുത അഭിഷേകം. വീണ്ടും എനിക്ക് നൽകണമേ ശക്തി പുതിയൊരു ബന്ധക്കുസ്താ. ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിൻ കൈകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൻ ഹല്ലേലൂയ, കൈകൾ ഹല്ലേലൂയ. എന്നിൽ ഓ നീട്ടണമേ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ കൊടുക്കാറ്റേ നീ പരിശുദ്ധാത്മാവേ, വീശണമേ നിറയണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ. ഉണർവിൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുക്കാറ്റേ നീ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീശണമേ വീണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുക്കാറ്റേ നീ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീശണമേ വീണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. വചനം കേൾക്കാൻ തടസ്സമുള്ള ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും വചനത്തോട് മല്ലടിക്കുന്ന എല്ലാ ദുരാത്മാക്കളും ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ. ഹൃദയത്തുറവില്ലായ്മയുള്ള ഓരോരുത്തരിൽ നിന്ന് അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഈ വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ദൈവജനം അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മബാധകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനം 26 അധ്യായം 14 തിരുലിഖിതം. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഇത് യേശു പറഞ്ഞ ഒരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 26 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മാനസാന്തര കഥ വിവരിക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വിശുദ്ധരെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന പൗലോസിനോട് യേശു പറയുകയാണ്, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പീഡിപ്പിക്കുക,
അവരോട് കലഹിക്കുക, അവരെ വെറുത്ത് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇത് വളരെ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണെന്ന് യേശുനാഥൻ നേരിട്ട് സാവൂളിനെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനും നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. കാരണം അനേകം ദൈവമക്കൾ നശിക്കാൻ സാത്താൻ ഈ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ഒരു പ്രേരണയാണ് ദൈവം തെരഞ്ഞെടുത്തവരോട് ശണ്ട കൂടുക, ദൈവം തെരഞ്ഞെടുത്തവരോട് കലഹിക്കുക, ദൈവം തെരഞ്ഞെടുത്തവരോട് വഴക്ക് കൂടിയിരിക്കുക. ഇത് ആത്മീയ ലോകത്ത് ഒരു വസന്ത പോലെ ഇന്ന് പടർന്നിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 15 തിരുലിഖിതം: നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയോട് കലഹത്തിലിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്വർഗം നേരിട്ട് നൽകുന്ന ഒരു വെളിപ്പെടുത്തലാണ്: നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ തല ഉയർത്തി ചുറ്റും നോക്കുക. ലോകത്തിലെമ്പാടും നോക്കിയാൽ ആത്മീയ രംഗത്ത് നാം കാണുന്ന വലിയൊരു പ്രതിഭാസമാണ് ദൈവം തെരഞ്ഞെടുത്തവരോട് കലഹിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രവണത പലരിലും തലപൊക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു ഇടവകജനെല്ലാം സമാധാനത്തിൽ പോകുമ്പോൾ കുറെ പേർക്ക് വികാരിച്ചനോട് കലഹിക്കാൻ തോന്നും, വികാരിച്ചനോട് കൊമ്പ് കുറക്കാൻ തോന്നുക. ഇനിയും കോൺവെന്റിൽ മദറും സിസ്റ്റർമാരും ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ഇതാ കുറെ സിസ്റ്റർമാർക്ക് മദറിനോട് എതിർപ്പ് തോന്നുകയാണ്. രൂപതയിൽ വൈദികരും ബിഷപ്പുമാരെല്ലാം ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ഉടനെ കുറെ വൈദികർക്ക് ബിഷപ്പിനോട് എതിർപ്പ് തോന്നുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും നാം കാണുന്നൊരു പ്രത്യേകതയാണ് ദൈവം തെരഞ്ഞെടുത്ത് ഓരോ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്നവരോട് കലഹിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അരൂപിയുടെ പ്രവർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യത്തെക്കുറിച്ച്, ഇതിൽ വഴി സാത്താൻ നേടുന്ന വലിയ കൊയ്ത്തിനെ കുറിച്ച് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി ദൈവം തെരഞ്ഞെടുത്തോട് കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കലഹിക്കുന്ന വ്യക്തി നശിക്കുമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ ദൈവം ഓരോ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്നവരും അവരുടെ കൃപ മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സാത്താൻ ഒരേ സമയത്ത് 2 കൊയ്ത്ത് ലഭിക്കുകയാണ്. അത് സാത്താന്റെ കുതന്ത്രം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത് ഓരോ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്നവരോട് കലഹത്തിലിരിക്കുകയാണെങ്കിൽ അത് തന്നെ നിന്റെ ജീവിതത്തിൻ്റെയും നിന്റെ കുടുംബത്തിൻ്റെയും സർവനാശത്തിന് കാരണമായി തീരുമെന്ന് വചനത്തിൽ വ്യക്തമായി സ്വർഗം ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 54 അധ്യായത്തിൽ 17 തിരുലിഖിതം: കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലിനും ദൈവം നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് കർത്താവ് കൂടെ നടന്ന് അവരെ സംരക്ഷിക്കും എന്നുള്ളത്. അങ്ങനെ കർത്താവ് കൂടെ നടന്ന് അവരെ സംരക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളും അവരോട് കലഹത്തിലിരുന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം നശിക്കുമെന്നല്ലാതെ അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. ഞാനും നിങ്ങളും അവരോട് കലഹത്തിലിരിക്കുമ്പോൾ അവരോട് കലഹിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നീതിയുടെ പേര് പറഞ്ഞായിരിക്കും നമ്മൾ കലഹിക്കുന്നത്, ന്യായത്തിൻ്റെ പേര് പറഞ്ഞായിരിക്കും കലഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞായിരിക്കും കലഹിക്കുന്നത്. പക്ഷേ പ്രിയ ദൈവ പൈതലേ, അതിൻ്റെ അടിസ്ഥാന കാരണം നിന്റെ ഉള്ളിൽ തിന്മയുടെ അരൂപി ദൈവത്തിൻ്റെ രാജ്യത്തോട് പോരടിക്കാൻ നിന്നെ വശത്താക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 20 അധ്യായത്തിൽ 11 വാക്യത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവവചനം വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും. അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ ആ വ്യക്തിയിൽ ഉറപ്പിക്കുന്ന ഒരു സംഗതി,
എതിരെ വരുന്ന ശത്രുക്കളുടെ മേൽ വിജയം കൊടുക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 17-ാം തിരുലിഖിതം. ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക, നീ അവരെ ഭയപ്പെടണ്ട. ദൈവം ഒരു ദൈവ പൈതലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ കൊടുക്കുന്ന ഉറപ്പ് ശത്രുക്കൾക്കെതിരെ ദൈവത്തിന്റെ കരം അയക്കും എന്നുള്ളതാണ്. ദൈവം ജെറമിയായെ തെരഞ്ഞെടുത്തു. ജെറമിയ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ പറ്റില്ല, ഞാൻ ബാലനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജെറമിയ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ദൈവം ജെറമിയയോട് പറയുകയാണ്, ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം അതിൽ 19-ാം തിരുലിഖിതം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. കാരണം ഞാൻ നിന്നോട് കൂടെ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് ജെറമിയായ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോഴും ഇത് തന്നെയാണ്. ദൈവത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം ദൈവം ഓരോ വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ദൈവം അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹം സ്വന്തം വീടും നാടും വിട്ട്, മാതാപിതാക്കന്മാരെ, സ്വന്തക്കാരെ, ബന്ധുക്കളെല്ലാം വിട്ട് ദൈവത്തിന്റെ വഴി അബ്രാഹം നടന്നു നീങ്ങിയപ്പോൾ ദൈവം അബ്രാഹത്തിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അതാണ് ഉൽപ്പത്തി 12:3, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നോക്കുക, ദൈവത്തിന്റെ മനസ്സിന്റെ ആഗ്രഹമാണ് അബ്രാഹത്തെ ആരും ശപിക്കാൻ പാടില്ല, അബ്രാഹത്തോട് ആരും വഴക്കുകൂടി ഇരിക്കാൻ പാടില്ല, അബ്രാഹത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി യത്നിക്കാൻ ഒരു ദൈവ പൈതലും ലോകത്തിൽ മുതിരരുത്. ഇത് കർത്താവിന്റെ ആഗ്രഹമായിരുന്നു. ദൈവം തെരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് ഇവരുടെ നാശത്തിന് വേണ്ടി മറ്റൊരാൾ പ്രവർത്തിക്കരുത് എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി നാം ചിന്തിക്കേണ്ട വിഷയം, ആരൊക്കെയാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം തെരഞ്ഞെടുത്തവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നമ്മുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നവരാണ് ബിഷപ്പുമാരും വൈദികരും സിസ്റ്റേഴ്സും. വേറൊരു വാക്കി പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നേരിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളവരാണ് സമർപ്പിത ജീവിതം നയിക്കുന്നവര്. ഇതിനെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 13, 14, 15 തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു, തന്നോടുകൂടെ ആയിരിക്കാനും ദൈവരാജ്യം പ്രസംഗിന് അയക്കപ്പെടുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. യേശു സ്ലീഹന്മാരെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭാഗമാണിത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ യേശു നേരിട്ട് വിളിക്കുന്നവരാണ് ഇന്ന് കുടുംബം ഉപേക്ഷിച്ച്, മാതാപിതാക്കൾ ഉപേക്ഷിച്ച്, സ്വന്തം ബന്ധങ്ങൾ ഉപേക്ഷിച്ച്, വിവാഹ ജീവിതം ഉപേക്ഷിച്ച്, യേശുവിനെ മാത്രം നനച്ച്, യേശുവിനെ മാത്രം ധ്യാനിച്ച് ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിതരായ വ്യക്തികൾ, ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ്, ബിഷപ്പുമാര്, അങ്ങനെ തിരുസഭയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നവര്, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ. ലോകത്തിന് ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും പറയാനുണ്ടാകും. എന്നാൽ അതല്ല ഞാനും നിങ്ങളും കണക്കാക്കേണ്ടത്. എന്താണ് ദൈവവചനം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, അഹറോനെ പോലെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവന്റെ അടുക്കലേക്ക് പോകണം, എന്തെന്നാൽ അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ്. ഹി ഈസ് ദ മെസഞ്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ മെസഞ്ചറാണ് ദൈവം തെരഞ്ഞെടുത്ത പുരോഹിതൻ എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, സമർപ്പിത ജീവിതം നയിക്കുന്ന ഓരോരുത്തരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളുടെ വാക്ക് നിരസിക്കുന്നവൻ എൻ്റെ വാക്ക് നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ച പിതാവിനെ നിരസിക്കുന്നു. നോക്കുക,
യേശുക്രിസ്തുവിനോളം യേശുക്രിസ്തു തെരഞ്ഞെടുത്തവരെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവും യേശുക്രിസ്തു തെരഞ്ഞെടുത്തവരും രണ്ടല്ല ഒന്നാണ് എന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ യേശു പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുത്തവരെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. അവരെ നമ്മൾ വേറെ ഏതെങ്കിലും ലോകത്തിന്റെ ദൃഷ്ടിയിൽ കാണരുത്. യേശു തെരഞ്ഞെടുത്തവരും രണ്ടല്ല ഒന്നാണ്. കാരണം യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ സ്വന്തം വാക്കുകളാണ് കേൾക്കുന്നത്. എന്നെ കേൾക്കുന്നവൻ എന്നെ അയച്ച പിതാവിൻ്റെ വാക്കാണ് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരും യേശുവും പിതാവും ഒന്നാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ യേശു പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ഗണമാണ് അൽമായ ശുശ്രൂഷകര്. അവരും യേശുക്രിസ്തു നേരിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. അനന്തരം വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അവരെ ഈ രണ്ട് പേരായി അവൻ തനിക്ക് മുമ്പേ അയച്ചു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് നാം ഇത് കാണുന്നത്. ഇത് 12 സ്ലീഹന്മാരെ കുറിച്ചുള്ള പ്രബോധനമല്ല. പിന്നെയോ 12 സ്ലീഹന്മാരെ കൂടാതെ ഈശോ വേറെയും ആളുകളെ തെരഞ്ഞെടുത്തിരുന്നു. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, വൈദികരെ കൂടാതെ, ബിഷപ്പുമാരും വൈദികരും സിസ്റ്റേഴ്സും സമർപ്പിത സമൂഹം കൂടാതെ അൽമായ ശുശ്രൂഷകരെയും യേശു തെരഞ്ഞെടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു അൽമായൻ വചന പ്രഘോഷണത്തിന് പോകുമ്പോൾ, ടെലിവിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ആളുകളെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ, അതും അല്ലെങ്കിൽ കുമ്പസാരിക്കാത്ത ആളുകളെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി ഭവനങ്ങൾ സന്ദർശിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, രോഗികൾക്ക് വേണ്ടി ആശുപത്രികളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ അനേകായിരം തലങ്ങളിൽ ഇന്ന് കർത്താവ് തെരഞ്ഞെടുത്ത അനേകായിരക്കണക്കിന് അൽമായർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവരാണ്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ഞാനും നിങ്ങളും അവരോട് കലഹത്തിലിരിക്കരുത്, അവരോട് ശണ്ട കൂടി ഇരിക്കരുത്, അവരോട് എപ്പോഴും കൊമ്പ് കുറക്കാൻ പോകരുത്. ഞാനും നിങ്ങളും അവരെ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലയിൽ തന്നെ ബഹുമാനിക്കണം എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിലൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡറെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് പുച്ഛമാണ് തോന്നുന്നതെങ്കിൽ അതേ യേശുക്രിസ്തുവിനോട് നിങ്ങളുടെ ബന്ധം അത് തന്നെയാണ്. ആ പുച്ഛത്തിന്റെ ബന്ധം തന്നെയാണ് യേശുക്രിസ്തുവോട് നിങ്ങൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു തെരഞ്ഞെടുത്തവരെ ബഹുമാനിക്കണം. അപ്പോൾ നിങ്ങൾ ചിലർ പറയും, ഞങ്ങൾക്ക് പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വൈദികരോടും തെരഞ്ഞെടുക്കപ്പെട്ടവർ എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം പല വീഴ്ചകളാണ്, പല തോന്നിയാസങ്ങളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എതിർപ്പ് തോന്നുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. 100% വിശുദ്ധരാണെങ്കിൽ നിങ്ങൾ അവരെ ബഹുമാനിച്ചാൽ മതി എന്നല്ല തിരുലിഖിതം പഠിപ്പിക്കുന്നത്. യേശു തെരഞ്ഞെടുത്തു എന്നൊരൊറ്റ കാരണത്താൽ ഞാനും നിങ്ങളും അവരെ ബഹുമാനിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അവരെ ബഹുമാനിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഈശോയുടെ സ്ലീഹന്മാരുടെ കാര്യം ചിന്തിക്കുക. അവർ 100% വിശുദ്ധരായിരുന്നോ? ഈശോ പ്രത്യേകം തെരഞ്ഞെടുത്ത പൗലോസ്ലീഹയുടെ കാര്യം ചിന്തിക്കുക. എത്രയോ തവണ ബർണ്ണബാസുമായിട്ട് വഴക്കുകൂടി, എത്രയോ തവണ മാർക്കോസുമായിട്ട് വഴക്കുകൂടി. പക്ഷേ നിരന്തരം ഓൺഗോയിങ് ഫോർമേഷനിലൂടെ, നിരന്തര വിശുദ്ധീകരണത്തിലൂടെ തങ്ങളുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിന് യോഗ്യമായ വിധം കറയും കളങ്കവും ഇല്ലാത്ത വെടിപ്പോടുകൂടിയുള്ള ആത്മാവായി അവർ തങ്ങളുടെ ജീവിതം മുഴുവനും അധ്വാനിച്ച് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ, യേശു തെരഞ്ഞെടുക്കുന്ന ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ അവരൊരു മഹാവിശുദ്ധനായി തീരുന്നു എന്ന് ചിന്തിക്കരുത്. ഇതിനെക്കുറിച്ച് വലിയ പണ്ഡിതന്മാർ പഠിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ഗ്രേസ് ഈസ് ബിൽട്ട് അപ്പോൺ ദ നേച്ചർ. ഈ വലിയ ദൈവവിളി എന്ന ഈ വലിയ കൃപ, ദൈവത്തിന്റെ സ്വന്തം എന്ന നിലയ്ക്കുള്ള ഈ വലിയ കൃപ മൺപാത്രങ്ങളിലാണ് ഈ എളിയ മക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് മൺപാത്രത്തിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ സമൂഹത്തിൽ ചില ഡ്രോബാക്കുകൾ കണ്ടേക്കാം, ചിലപ്പോൾ ചില പരാജയങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ചില ബലഹീനത ഉണ്ടായേക്കാം. അത് മറ്റേതൊരു മനുഷ്യൻ പ്രവേശിച്ചിട്ടുള്ള ഏത് മേഖലകളിലും കുറവുള്ളതുപോലെ ദൈവം തെരഞ്ഞെടുത്ത മേഖലകളിൽ മനുഷ്യൻ പ്രവേശിക്കുമ്പോഴും ചില കുറവുകൾ വരാം. അത് കണ്ട് നാം അവരെ പുച്ഛിക്കാനും നിന്ദിക്കാനും ദൈവമായ കർത്താവ് നമുക്ക് അനുവാദം തരുന്നില്ല. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യേശു പറയുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം
സുവിശേഷം 13-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ തെരഞ്ഞെടുത്ത ഓരോരുത്തരുടെയും അവസ്ഥകളെ യേശുവിന് നന്നായിട്ട് അറിയാം. യൂദാസിനെ യേശു ഉൾക്കൊണ്ട്, പത്രോസിനെ യേശു ഉൾക്കൊണ്ട്, മറ്റു സ്ലീഹന്മാരെ യേശു ഉൾക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ പേക്ഷിച്ച് ഓടിപ്പോയവര്, പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞ പത്രോസ്, 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്ത യൂദാസ്, എല്ലാവരെയും ഈശോ പറഞ്ഞു, അവരെ എനിക്കറിയാം, ഞാൻ അവരെ തെരഞ്ഞെടുത്ത് എനിക്കറിയാം. യേശു തെരഞ്ഞെടുത്തവരെ യേശു അറിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഇന്നൊരു ദൈവ പൈതലിനെ, ദൈവം തെരഞ്ഞെടുത്ത ഒരാളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശുദ്ധനാണ് എന്ന പേരിലല്ല നമ്മളവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നെയോ യേശു തെരഞ്ഞെടുത്തു എന്നൊരൊറ്റ കാരണത്താലാണ് നാം അവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത മൂന്നാമത്തെ മേഖല, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മൂന്നാമത്തെ ഗണമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കുന്നവരും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി ആരാധിക്കുന്നവരുമായ ജനതതി. അവരെക്കുറിച്ച് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തരുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധർ എന്നാണ് ബൈബിൾ അവരെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അവരും ഒരു തെരഞ്ഞെടുപ്പുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 14-15 വാക്യങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? യേശു സാവൂളിന് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു സാവൂളിനോട് ചോദിക്കുകയാണ്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഉടനെ സാവൂൾ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? യേശു പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സാവൂൾ യേശുവിനെ നേരിട്ട് പീഡിപ്പിച്ചോ? യേശുവിനെ നേരിട്ട് മർദ്ദിച്ചോ? സാവൂൾ ചെയ്തത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദിസ മുങ്ങിയ വിശ്വാസികളെയാണ് പീഡിപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദിസ മുങ്ങിയവരെയും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി ആരാധിക്കുന്നവരെയും സാവൂൾ പീഡിപ്പിച്ചു. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുത്തവരെ നീ പീഡിപ്പിക്കുമ്പോൾ നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. കാരണം ഞാനും ഞാൻ തെരഞ്ഞെടുത്തവരും രണ്ടല്ല ഒന്നാണ്. വിശ്വാസിയും യേശുവും രണ്ടല്ല ഒന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വാസിയോട് കലഹത്തിലാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വാസി സന്ധ്യാപ്രാർത്ഥിക്ക് ഒരുമിച്ച് കൂടുമ്പോൾ നീ അപ്പുറത്ത് വലിയ ടിവിയും വെച്ച് വലിയ ബഹളവും വെച്ച് സന്ധ്യാപ്രാർത്ഥിക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ടോ? നിന്റെ അടുത്തുള്ള ഒരു വിശ്വാസി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ പരിഹാസവും പുച്ഛവും നിന്ദയുമായിട്ട് നീ അവരെ ദുഷിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനെ ആരാധിക്കുന്ന ആ കുടുംബത്തോട് നീ നിത്യ ശണ്ടയിലും കലഹത്തിലാണോ ഇരിക്കുന്നത്? എങ്കിൽ ദൈവത്തിന്റെ വചനം നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്, നീ വേഗം രമ്യതയിലാവുക, നീ വേഗം സമാധാനത്തിലാവുക. നീ കലഹം, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും എന്ന് യേശയ്യ 54:15 കർത്താവ് അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു കലഹം നിന്റെ കുടുംബത്തിനും നിനക്കും തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം തെരഞ്ഞെടുത്ത മറ്റൊരു ഗണം ആളുകളുണ്ട്. അതാണ് 4-ാമത്തെ ഗണം ആളുകൾ. അവരുടെ പ്രത്യേകത ദൈവവചനം കേൾക്കാൻ പോകുന്നവര്, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവര്, പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകുന്നവര്, പള്ളിയിൽ പോകുന്നവര്, കുർബാനയ്ക്ക് പോകുന്നവര്, കുമ്പസാരിക്കാൻ പോകുന്നവര്, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകുന്നവര്, ദൈവാരാധനയ്ക്ക് പോകുന്നവര്, കൂട്ടായ്മകൾക്ക് പോകുന്നവര്, അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ അവർക്ക് ശ്രവിക്കുന്ന ചെവികളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. ഞാൻ അവർക്ക് ശ്രവിക്കുന്ന ചെവികളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. ദൈവം തെരഞ്ഞെടുത്ത് അനുസരിക്കാൻ ഒരു ഹൃദയവും ശ്രവിക്കാൻ ഒരു ചെവി നൽകുമ്പോഴാണ് ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി വചനം കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഒരു മാനസാന്തരത്തെ വഴിയിലേക്ക് തിരിയാനും തോന്നുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, പിതാവേ, അവിടുന്ന് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പിതാവ് തെരഞ്ഞെടുത്ത് കൊടുക്കുന്നവരാണ് പുത്രനായ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വചനം കേൾക്കാൻ വേണ്ടി വരുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൽ 65-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൽ 44-ാമത്തെ വാക്യത്തിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്.
എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവം സ്പർശിച്ച് ഉണർത്തി നയിച്ചാൽ മാത്രമേ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ കഴിയുകയുള്ളൂ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുലിഖിതം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, ഒരു വ്യക്തി വചനം കേൾക്കാൻ പോകുമ്പോൾ, ഒരു വ്യക്തി ദൈവരാജ്യവേലയ്ക്ക് പോകുമ്പോൾ, ഒരു വ്യക്തി ആളുകളെ കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ, കുമ്പസാരത്തിന് കൊണ്ടുപോകുമ്പോൾ, ധ്യാനത്തിന് കൊണ്ടുപോകുമ്പോൾ, അതിനു മുമ്പ് ആദ്യം തന്നെ പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്ത് വലിയൊരു തെരഞ്ഞെടുപ്പ്, പിതാവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ആദ്യം തന്നെ അവൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമായതിലെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ നാട്ടിൽ ദൈവവേല ചെയ്യുന്നവർ, നിങ്ങളുടെ നാട്ടിൽ ആളുകൾ പള്ളിയിൽ പോകുമ്പോൾ, ധ്യാനത്തിന് പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവരെ ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നീ എഴുതപ്പെട്ട വചനത്തിന് വിപരീതമായ നടപ്പുള്ളൊരു വ്യക്തിയാണെന്ന് തിരുലിഖിത പ്രകാരം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് മല്ലടിക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന്. ഇങ്ങനെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം തെരഞ്ഞെടുത്ത ഇതുപോലെ ഓരോരോ ജീവിതാന്തസ്സുകളിൽ, ഓരോരോ മേഖലകളിൽ ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് നീ അവരോട് കലഹത്തിലാണോ ഇരിക്കുന്നത്? നിന്റെ ദേശത്ത് നിന്ന് ദൈവജനത്തെ ഉണർത്തി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നവരോട് നിനക്ക് ശണ്ടയും കലഹവുമാണോ? അവരെ കാണുമ്പോൾ നിനക്ക് പുച്ഛമാണോ? നിന്റെ കോൺവെന്റിലുള്ള മദറിനോട് നിനക്ക് എപ്പോഴും ശണ്ടയും കലഹവും തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് നിന്റെ മനസ്സിലുള്ളത്. അവരോട് പൊറുക്കാനാവാത്ത മാനസിക വിഷമം നിനക്ക് എപ്പോഴും തോന്നുന്നുണ്ടോ? നിന്റെ രൂപതയിൽ നിനക്ക് എങ്ങനെയാണ് നിന്നെ തിരുസഭാ നേതൃത്വത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇടവകയിൽ വികാരിച്ചനോട് ശരിക്കും സമരസപ്പെട്ട് ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഏത് വികാരിച്ച വന്നാലും എപ്പോഴും ശണ്ടയും വഴക്കും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണോ? എങ്കിൽ പ്രിയ ദൈവവൈതലേ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തവരോട് കലഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുഷ്ടാരൂപി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആ ദുഷ്ടാരിയുടെ ഉദ്ദേശം നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും തകർക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സഭയെ ദുർബലപ്പെടുത്തുന്നതോടൊപ്പം നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുക എന്നുള്ളതും ആ ദുഷ്ടാരിയുടെ പദ്ധതിയിൽപ്പെട്ട സംഗതി തന്നെ. അതാണ് യെശയ്യാ 54:15, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ കോറഹും ദാത്താൻ, അബീറാം, കോറഹ് തുടങ്ങിയവര് മോശയോടും അഹരോനോട് കലഹിച്ചു. സംഖ്യയുടെ പുസ്തകം 16:11 പഠിപ്പിച്ചു. മോശ അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനെതിരെയാണ് കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ കലഹം വീണ്ടും മുമ്പോട്ട് പോയി. എപ്പോഴും ശണ്ട കൂടിക്കൊണ്ടിരുന്നു, അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരുന്നു, മാത്സര്യം തോന്നിക്കൊണ്ടിരുന്നു. അവസാനം ഭൂമി പിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും വിഴുങ്ങിക്കളഞ്ഞു. 250 നേതാക്കന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട അഗ്നി ദഹിപ്പിച്ചു കളഞ്ഞു. അതാണ് യെശയ്യാ 55:14, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് ഓരോ ജീവിതാന്തസ്സിൽപ്പെട്ടവരെയും തെരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ഓരോ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ബിഷപ്പായിട്ട്, ഫൊറോന വികാരിയായിട്ട്, വികാരിയച്ഛന്മാരായിട്ട്, മറ്റ് വൈദിക ശുശ്രൂഷകരായിട്ട്, സിസ്റ്റേഴ്സായിട്ട്, മദറായിട്ട്, പ്രൊൻഷ്യാളമ്മയായിട്ട്, ജനറാളമ്മയായിട്ട്, അതുപോലെ തന്നെ മറ്റനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് നേതൃത്വത്തിൽ, അതുപോലെ തന്നെ വചന പ്രഘോഷണങ്ങളിൽ, ആത്മീയ ശുശ്രൂഷകളിൽ, ഗാന ശുശ്രൂഷകളിൽ, ടെലിവിഷൻ ശുശ്രൂഷകളിൽ, ക്രിസ്ത്യൻ ശുശ്രൂഷകളിൽ, ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, ഇങ്ങനെ ആത്മീയ ശുശ്രൂഷകളിലായിട്ട് അനേകായിരങ്ങളെ ഈ കാലഘട്ടത്തിൽ അവിടുന്ന് തെരഞ്ഞെടുത്ത് ഓരോ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ദൈവമേ, ഇവരോട് കലഹിച്ച്, ഇവരോട് എതിർത്ത്, ഇവരെ പുച്ഛിച്ച് പറഞ്ഞ്, ഇവരെ നിഷേധിച്ച് പറഞ്ഞ്, ഇവരെക്കുറിച്ച് പരിഹാസ വാക്കുകൾ പറഞ്ഞ്, ദുഷി വാക്കുകൾ പറഞ്ഞ്, ഇവരെ നിന്ദിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാവി നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് തിരിച്ചറിവ് നൽകുന്ന കർത്താവേ, ഈ നിമിഷങ്ങളിൽ ആ ദുഷ്ടാരൂപിയെ എന്നിൽ നിന്നും എൻ്റെ കുടുംബങ്ങളിൽ നിന്നും അവിടുന്ന് തകർത്ത് കളയണമേ. 2 കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും തലമുറയായി നിലനിൽക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് കലഹിക്കാൻ, ശണ്ട കൂടാൻ പ്രേരിപ്പിക്കുന്ന, തലമുറയായി സഭയോട് ശത്രുതയിലിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ കലഹത്തിന്റെ അരൂപിയെ യേശുവിന്റെ രക്തത്താൽ തകർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ദുഷ്ടപിശാചേ, നീ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോവുക. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ
യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. സാത്താനേ നീ നിത്യ നരകത്തിൽ പോകൂ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക. നീ നിത്യ നരകത്തിൽ പോകൂ. കുടുംബത്തിൽ നിന്ന് വംശത്തിൽ നിന്ന് വിട്ടൊഴിയുക. നീ നിത്യ നരകത്തിൽ പോകൂ. വ്യക്തികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് വിട്ടുപോവുക. യേശുനാമത്തിൽ സാത്താനും കൂട്ടാളികളും തകരട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, യേശുവിന്റെ നാമത്തിൽ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ രക്തത്താൽ ചങ്ങലകൾ പൊട്ടട്ടെ. യേശുവിന്റെ രക്തത്താൽ കോട്ടകൾ തകരട്ടെ. അന്ധകാര പിടകൾ വിട്ടുപോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. വിടുതൽ, വിടുതൽ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. In the name of Jesus Christ. തിന്മകൾ തകരട്ടെ. തിന്മകൾ തകരട്ടെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 14-ാം തിരുലിഖിതം. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. പ്രൈസ് ദി ലോർഡ്. സക്രാരിയിൽ വാഴുമീശോ എൻ്റെ ഹൃദയത്തിൽ വന്നിടണേ. ദിവ്യകാരുണ്യമായി നീ എന്നാവിലലിഞ്ഞിടണേ. സക്രാരിയിൽ വാഴുമീശോ എൻ്റെ ഹൃദയത്തിൽ വന്നിടണേ. ദിവ്യകാരുണ്യമായി നീ എന്നാവിലലിഞ്ഞിടണേ. തിരുവോസ്തിരൂപാ നിനക്കാരാധന. തിരുവോസ്തിരൂപാ നിനക്കാരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഒരു സൗഖ്യ ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുകയാണ്. ഇത് വെറുതെയുള്ള ഒരു പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളും വ്യഥ അനുഭവിക്കുന്നവരും തടസ്സങ്ങളിരിക്കുന്നവരെല്ലാം വിടുതൽ പ്രാപിക്കുന്ന ഒരു വലിയ വിടുതലിൻ്റെ മഹോത്സവമായി ഈ ഒരു ശുശ്രൂഷയുടെ നിമിഷങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ 1-2 സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഷൈനി ജോസഫാണ് ഇത് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ 2009 ഓഗസ്റ്റിൽ
എൻ്റെ ഭർത്താവിൻ്റെ നാക്കിൻ്റെ സൈഡിലായി വെളുത്ത ഒരു പാട് കാണുവാൻ തുടങ്ങി. ഇവിടുത്തെ ആശുപത്രിയിൽ കാണിച്ച് കുറയാതെ വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി പരിശോധിച്ചു. പരിശോധനയിൽ ക്യാൻസർ രോഗമാണെന്ന് തെളിഞ്ഞു. ഞങ്ങൾ വളരെ വിഷമിച്ചു. ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ ടെലിവിഷനിൽ അഭിഷേകാഗ്നി എന്ന പേരിലുള്ള ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലും ആരാധനയുടെ സമയത്ത് അനേകം രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ, ഞങ്ങളുടെ ചേട്ടൻ്റെ ക്യാൻസർ രോഗം സുഖപ്പെടുത്തിയാൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി അട്ടപ്പാടിയിലേക്ക് കത്തയക്കാം എന്ന് നേർച്ച നേർന്നു. ഒരു ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, രോഗികൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക, ഇതാ യേശു സുഖപ്പെടുത്തുന്നുവെന്ന്. ഈ സമയം ഞങ്ങൾ കരഞ്ഞ് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ചേട്ടൻ്റെ നാവിലുണ്ടായിരുന്ന ക്യാൻസർ രോഗം അപ്രത്യക്ഷമായി. പിന്നീട് ഇന്ന് വരെയും ആ രോഗത്തിൻ്റെ ഒരു അണു പോലും, ഒരു അംശം പോലും എൻ്റെ ചേട്ടൻ്റെ ശരീരത്തിൽ കാണപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയൊരു രോഗസൗഖ്യം തന്ന യേശുവിന് കോടാനുകോടി നന്ദിയും സ്തുതികളും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഷൈനി ജോസഫ് ഇടുക്കി ജില്ലയിൽ നിന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിക്കുക, എന്തോ ഒരു വലിയ അത്ഭുതമാണ് ഈശോ ചെയ്തത്. നാവിൻ്റെ സൈഡിൽ ക്യാൻസർ വന്നത് വെളുത്ത നിറമായി മാറി. ഡോക്ടറെ കാണിച്ചു, സമീപ ലോക്കൽ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി. അവസാനം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റായി. ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. അവർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, വിടുതൽ പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെക്കട്ടെ. നിങ്ങളുടെ തൊട്ടരികിൽ കുഞ്ഞുങ്ങൾ, രോഗാവസ്ഥയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശിരസിലേക്ക് ഇപ്പോൾ കൈകൾ വെക്കുക. വാർദ്ധക്യത്തിൽ രോഗാവസ്ഥയിൽ എഴുന്നേൽക്കാൻ പോലും നിവൃത്തിയില്ലാതെ കിടക്കയിൽ കിടക്കുന്ന വാർദ്ധക്യ സഹജ രോഗിയാൽ എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പ് രോഗികളായുള്ളവരുണ്ടെങ്കിൽ ആ കിടക്കയുടെ അരികിലേക്ക് ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവ്വം കിടക്കുന്ന രോഗികളുടെ മേൽ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ഒഴിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രോഗികൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളിൽ നിന്ന് രോഗത്തെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഓ ദൈവമേ, കണ്ണ് കാണാൻ കഴിവില്ലാതെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഓരോരുത്തരിലേക്കും കാഴ്ചശക്തി വീണ്ടും നിറയട്ടെ. ചെവി കേൾക്കാൻ പാടില്ലാതെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടവരിലേക്ക് ചെവിയുടെ കേൾവിശക്തി ലഭിക്കട്ടെ. തളർന്നിരിക്കുന്ന മുടന്തന്മാർ ഇപ്പോൾ മാനിനെ പോലെ കുതിച്ചാടട്ടെ. കുരുടന്മാർ കാണട്ടെ, ചെകിടന്മാർ കേൾക്കട്ടെ, മുടന്തന്മാർ ചാടി എഴുന്നേൽക്കട്ടെ. മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം അകന്നിടുമേ. യേശുനാമത്തിൽ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുനാമത്തിൽ സൗഖ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ക്യാൻസർ രോഗത്തിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഗർഭാശയ സംബന്ധ രോഗത്തിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ദൈവമേ, നാഡീ ഞരമ്പുകളും രക്തധമനികളും മാംസപേശികളും ഇപ്പോൾ യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുടന്തുള്ള പാദങ്ങൾ, സന്ധിബന്ധങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ചലിക്കാതിരിക്കുന്ന
അവരുടെ കൈകളും കാലുകളും യേശുനാമത്തിൽ ഇപ്പോൾ ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ തടസ്സങ്ങളുള്ള ഓരോ മേഖലകളിലേക്കും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ വിട്ടുമാറുന്ന അത്ഭുത ശക്തി പ്രവഹിക്കും. ഇത് ഒരു വലിയ വിടുതലിൻ്റെ അഭിഷേക ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു വ്യക്തി കഴിഞ്ഞ നാളുകളിൽ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവർക്ക് ചെയ്ത വൻ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ചിന്നമ്മ മാത്യു, ഏറ്റുമാനൂരിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയുമുള്ള അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ എല്ലാ ഞായറാഴ്ച 8:30 മണിക്ക് ഷാലോം ചാനലിൽ ഞങ്ങൾ കുടുംബസമേതം കാണുന്നുണ്ട്. എൻ്റെ മകൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. മോൾ BSc നേഴ്സിംഗ് പാസ്സായി, കല്യാണം കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി. 5 വർഷമായി അവിടെ ചെന്നിട്ട് 6 പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. 2 പ്രാവശ്യം എഴുതി തോറ്റുപോയി. 3-ാം പ്രാവശ്യം എഴുതാൻ ആരംഭിച്ച സമയമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കാനഡയിൽ 2 ദിവസത്തെ ധ്യാനത്തിന് ചെന്നിരുന്നത്. അവൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, പോയി പരീക്ഷ എഴുതുക, കർത്താവ് നിന്നെ ജയിപ്പിക്കും. അവൾ പോയി പരീക്ഷ എഴുതി വലിയ സ്കോറോടുകൂടെ പാസ്സായി. ഇന്ന് അവൾക്ക് കാനഡയിൽ ഉന്നതമായൊരു ഉദ്യോഗം നൽകി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കുക, പരീക്ഷ എഴുതുന്ന പരീക്ഷ എല്ലാം തോറ്റ് തുന്നം പാടുകയാണ്. കല്യാണം കഴിഞ്ഞ് കാനഡയിൽ ചെന്ന് ജോലിയില്ലാതെ അവിടെ മാസങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലൊരു ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ ആ മകൾ വിശ്വാസത്തോടെ വന്ന് പങ്കെടുത്തു. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു, തടസ്സങ്ങൾ മാറട്ടെ. ആ കുട്ടിയുടെ ജീവിതത്തിൽ പരീക്ഷ ജയിക്കാനുള്ള തടസ്സങ്ങൾ മാറി, ജോലിയുടെ തടസ്സങ്ങൾ മാറി, ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മാറി, ബന്ധനങ്ങൾ അഴിഞ്ഞ് വലിയ വിടുതൽ സംഭവിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകർക്ക് പരീക്ഷ എഴുതി എത്ര എഴുതിയാലും ജയിക്കുന്നില്ല, തോറ്റുപോകുന്നൊരു അന്തരീക്ഷം. വേറെ ചിലർക്ക് എത്രമാത്രം നോക്കിയിട്ട് വിവാഹം നടക്കുന്നില്ല. മറ്റു ചിലർക്ക് ഭവനം നിർമ്മിക്കാൻ നോക്കിയിട്ട് ഭവന നിർമ്മാണം ശരിക്കും പൂർത്തിയാകുന്നില്ല. ഒരു ഭവനം വേണം ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. ഇനിയും ചിലർക്കാകട്ടെ അവർ കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, സമാധാനം ലഭിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തടസ്സം. എത്ര അധ്വാനിച്ചിട്ടും 5 പൈസയുടെ മേൽഗതി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും തലമുറകളായുള്ള തടസ്സത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഓ സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ നിന്ന് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള തടസ്സങ്ങൾ, ജോലിക്കുള്ള തടസ്സങ്ങൾ, പ്രമോഷനുള്ള തടസ്സങ്ങൾ, ഒരു സ്ഥലം വാങ്ങാനുള്ള തടസ്സങ്ങൾ, സ്ഥലം വിൽക്കാനുള്ള തടസ്സങ്ങൾ, ഒരു ഭവന നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തടസ്സങ്ങൾ, വിവാഹം നടക്കാനുള്ള തടസ്സങ്ങൾ, കുട്ടികൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ, ഓരോ തടസ്സങ്ങളാൽ വ്യത അനുഭവിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ തലമുറയുള്ള തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. തടസ്സങ്ങൾ മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തടസ്സങ്ങൾ മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി അത്ഭുതങ്ങൾ ചെയ്യണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. എല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്ക് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്ക് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. വിളിക്കുന്നു. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ഈ സമയത്ത് കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഇടവകകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും കോൺവെന്റിൽ നിന്നും തലമുറകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ ആദ്യ
പകരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെ നാം ഉറക്കെ വിളിക്കട്ടെ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. സിയോനിൽ വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യവും ജീവനും ആകുന്ന ദൈവം. സിയോനിൽ വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യവും ജീവനും ആകുന്ന ദൈവം. ഒരേ ഒരു ദൈവം, സിയോനിൽ വാഴുന്ന ദൈവം, ഒരേ ഒരു ദൈവം, നിന്നിൽ വസിക്കുന്ന ദൈവം. ആ നല്ല ദൈവത്തിൻ തിരുമുൻപിൽ പാടാം ഹാലേലു ഹാലേലുയാ.